ഇത് തിരുവനന്തപുരം കാട്ടായിക്കോണം സ്വദേശി രാജേഷ് എസ്. 2014 സ്കൂട്ടറിൽ സഞ്ചരിച്ച രാജേഷിനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. നട്ടലിന് പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു. കിടക്കയിൽ ഒതുങ്ങിക്കൂടാൻ രാജേഷ് ഒരുക്കമായിരുന്നില്ല. പഴയ ജീവിതത്തിലേക്കും ഡ്രൈവിംഗ് എന്ന ഇഷ്ടത്തിലേക്കും ചക്രക്കസേരയിൽ യാത്ര ചെയ്യാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. മുൻപ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും അരയ്ക്ക് താഴെ സ്വാധീനമില്ലാതായതിനാൽ വാഹനം ഓടിക്കാൻ നിയമ തടസ്സം. ലേണേഴ്സ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പല ബുദ്ധിമുട്ടുകൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തീരുമാനം രാജേഷിനെ പോലെയുള്ളവർക്ക് കരുത്താകും. ലേണേഴ്സ് പരീക്ഷയ്ക്ക് ഇനി ബഹുനില ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ട. ഓഫീസ് വീട്ടിലേക്ക് വരും. ലൈസൻസ് ഇല്ലാത്ത 5 പേർക്ക് പേര് സെലക്ട് ചെയ്ത് അവരെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ഫോമുകളെല്ലാം നമ്മൾ പൂരിപ്പിച്ചതിന് ശേഷം അവർ കൊടുക്കുകയും അവർക്ക് ഈ 5 പേരുടെയും ലിസ്റ്റ് അതാത് RDO ഓഫീസിൽ അയച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലൈസൻസ് എടുത്ത് തരാനുള്ള സംവിധാനം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിന് ഇതിനുവേണ്ടി സഹകരിച്ച RDO ഓഫീസ് ശ്രീ നാഗരാജ് സാറിനും അതുപോലെ പാലിയന്തിയൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ലേണേഴ്സ് പരീക്ഷയ്ക്ക് മാത്രമേ ഇളവ് ലഭിച്ചിട്ടുള്ളൂ. ഇനിയും പ്രതിസന്ധികളേറെ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ലൈസൻസ് തരുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്പർ വെച്ചാണ് നമുക്ക് ലൈസൻസ് തരുന്നത്. അപ്പോൾ ലൈസൻസ് തരുമ്പോൾ ഈ വണ്ടി നമുക്ക് വിൽക്കുകയാണെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങണം, വീണ്ടും ആ വാഹനത്തിൻ്റെ നമ്പർ വെച്ച് വീണ്ടും അതിൽ വയ്ക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നിന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ നമുക്ക് ഭിന്നേഷി അല്ലാത്ത വ്യക്തികൾക്ക് ഈ പ്രയാസം നേരിടുന്നില്ല. ഓട്ടോയിൽ ARI ലൈസൻസ് കൊടുക്കുന്നില്ല. അതുപോലെ അവർക്ക് ഏറ്റവും കൂടുതൽ ഭിന്നേഷിക്കാർ ആശ്രയിക്കുന്നതും ഓട്ടിക്കുന്നതും ഓട്ടോറിക്ഷ ഓടാനാണ് ആഗ്രഹിക്കുന്നത്. ലേണേഴ്സ് പരീക്ഷ നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് വീട്ടിലെത്തുന്നത്. RTOയുടെയും സബ് RTOയുടെയും കീഴിൽ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കും. ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കും. ലേണേഴ്സ് എടുക്കുന്നതിനുള്ള നടപടിക്രമം ലഘൂകരിക്കുന്നു. വളരെ നല്ലത് തന്നെ. പക്ഷേ രാജേഷേട്ടനെ പോലുള്ളവർ അഭിമുഖീകരിക്കുന്ന മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിനും പരിഹാരമുണ്ടാകണം. അപ്പോൾ അടുത്ത വട്ടം നമുക്ക് ലൈസൻസ് എടുത്ത് ഈ വണ്ടിക്കകത്തൊരു യാത്ര വേണം. ഓക്കെ. രാജേഷേട്ടനും ശ്യാമിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.